നമസ്കാരം. കേരളത്തിൽ പുതുതായിട്ട് അധികാരമേറ്റ വി.ഡി. സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കത്തിൽ തന്നെ വിവാദങ്ങളിൽ തളച്ചിടാനും മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തന്നെ പ്രതിരോധത്തിലാക്കാനും പ്രതിപക്ഷമായിട്ടുള്ള CPM ശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടത്തിവരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായിട്ടുള്ള പരാജയത്തിന് പിന്നാലെ പാർട്ടിക്ക് കനത്ത തിരിച്ചടിയുണ്ടായ പശ്ചാത്തലത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും അതോടൊപ്പം തന്നെ അണികളിൽ ആവേശം നിലനിർത്താനുമുള്ള തന്ത്രപ്പാടാണ് ഇവിടെ പുതിയ വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്ത് സംസ്ഥാനത്ത് 6 ലക്ഷം കോടിക്ക് മുകളിലുള്ള രൂപയുടെ ഭീമമായിട്ടുള്ള കടബാധ്യതയിലേക്ക് തള്ളിവിടുകയും വിവിധ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി നിൽക്കുകയും ചെയ്ത ഒരു മുന്നണിയുടെ നേതാക്കൾ ഭരണം മാറി ദിവസങ്ങൾക്കകം തന്നെ ഇവിടെ നല്ല പിള്ള ചമഞ്ഞ് പുതിയ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത് ജനങ്ങളിൽ വലിയ രീതിയിലുള്ള പരിഹാസത്തിന് ഇടയാക്കുന്നു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തിപരമായോ ഭരണപരമായിട്ടോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതികൾ നടത്തിയെന്നോ അല്ലെങ്കിൽ സംസ്ഥാന താല്പര്യങ്ങൾക്കൊക്കെ തന്നെ വിരുദ്ധമായിട്ട് എന്തെങ്കിലും കരാറുകളിലൊക്കെ ഏർപ്പെട്ടെന്നോ തെളിയിക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിൽ നിലവിലുള്ള സതീശൻ വിരുദ്ധ നീക്കങ്ങളൊക്കെ വെറും രാഷ്ട്രീയ പ്രഹസനങ്ങൾ മാത്രമാണെന്ന ആരോപണമാണ് ഇവിടെ ഭരണപക്ഷം പ്രധാനമായിട്ടും ഉയർത്തുന്നത്. AKG സെന്ററിൽ ഇരുന്ന് തയ്യാറാക്കുന്ന തിരക്കഥയനുസരിച്ച് പാർട്ടിയുടെ വിവിധ ഉന്നത നേതാക്കൾ ഒരേ സമയം രംഗത്തിറങ്ങി അനാവശ്യമായ വിവാദങ്ങൾ പുകച്ചു നിർത്താനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നീക്കങ്ങളുടെ ആദ്യപടിയായിട്ട് മുൻനിരയിലേക്ക് വന്നത് ജോൺ ബ്രിട്ടാസ് MPയുടെ വെളിപ്പെടുത്തലായിരുന്നു. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വരുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ വി.ഡി. സതീശൻ മൂകാംബിക ദർശനത്തിനായി പോയ സമയത്ത് മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു ബ്രിട്ടാസിന്റെ പ്രധാന ആരോപണം. എന്നാൽ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടെണ്ണൽ പോലും പൂർത്തിയാകാത്ത സമയം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മുൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പന്തൽ കരാറുകൾ വരെ വിളിച്ച് ഉറപ്പിച്ചിരുന്ന ആ സമയത്ത് വി.ഡി. സതീശൻ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകുമെന്ന് പ്രവചിച്ചുകൊണ്ട് അദാനി ഗ്രൂപ്പിന്റെ ആളുകൾ അദ്ദേഹത്തെ തേടിപ്പിടിച്ച് ചർച്ച നടത്തുമെന്ന് പറയുന്നത് തികച്ചും യുക്തിരഹിതവും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുള്ളതുമാണെന്ന് ഭരണാനുകൂലികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടും. വെറും വ്യക്തിപരമായ സൗഹൃദ സന്ദർശനങ്ങളെ പോലും വലിയ അവിശുദ്ധ കൂട്ടുകെട്ടുകളായി ചിത്രീകരിച്ച് സർക്കാരിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം മാത്രമാണ് ഇത്. ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം അത് തുറമുഖ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായി ബന്ധപ്പെട്ടാണ്. അദാനി ഗ്രൂപ്പിന് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നതിനാണ് മുഖ്യമന്ത്രി ഈ അഴിച്ചുപണി നടത്തിയത് എന്നാണ് CPM നേതാവായിട്ടുള്ള KK രാഗേഷ് ആരോപിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം പരിശോധിച്ചാൽ ദിവ്യ എസ് അയ്യർ എന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ഗുരുവും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന അന്തരിച്ച G. കാർത്തികേയന്റെ മകന്റെ ഭാര്യയാണ്. സ്വന്തം കുടുംബാംഗത്തെ പോലെ കാണുന്ന ഒരാളെ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ആ പദവിയിൽ നിന്നും മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നും അഴിമതി നടത്താനായിരുന്നെങ്കിൽ സ്വന്തം കുടുംബാംഗം ആ പദവിയിൽ തുടരുന്നതായിരുന്നു കൂടുതൽ സൗകര്യമെന്നും വ്യക്തമാണ്. ഭരണപരമായിട്ടുള്ള കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നടത്തിയ സ്വാഭാവികമായിട്ടുള്ള ഉദ്യോഗസ്ഥ പുനഃസംഘടനയെപ്പോലും ഇത്തരം ബാലിശമായിട്ടുള്ള കുടുംബ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് വലിച്ചിഴക്കുന്നത് പ്രതിപക്ഷത്തിന്റെ കയ്യിൽ കൃത്യമായ തെളിവുകളില്ല എന്നതിൻ്റെ ഒരു തെളിവാണ്. മുഖ്യമന്ത്രി സുപ്രധാന വകുപ്പുകളായിട്ടുള്ള പൊതുഭരണം, നിയമം എന്നിവയ്ക്ക് പുറമെ തുറമുഖ വകുപ്പും സ്വന്തം കൈകളിൽ വെച്ചിരിക്കുന്നു എന്നതിനെയാണ് പ്രതിപക്ഷം അടുത്ത ആയുധമാക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനോ CPM നേതാക്കൾക്കോ യാതൊരു ധാർമ്മിക അവകാശവുമില്ലെന്നാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 25-ലധികം വകുപ്പുകളാണ് മുഖ്യമന്ത്രി ഒറ്റയടിക്ക് കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഘടകകക്ഷിയായിരുന്ന മാണി ഗ്രൂപ്പ് ധനകാര്യ വകുപ്പും കോൺഗ്രസ് നേതാവ് K. ബാബു ആകട്ടെ തുറമുഖ വകുപ്പുമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികളിൽ നിന്ന് പിടിച്ചെടുത്ത വകുപ്പല്ല ഇത്, മറിച്ച് വിഴിഞ്ഞം പദ്ധതിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഭരണത്തലവൻ തന്നെ നേരിട്ട് ഇതിന്മേൽ മേൽനോട്ടം വഹിക്കാനായിട്ട് തീരുമാനിച്ചതാണ്. ഒരു സർക്കാരിന്റെ വിജയവും പരാജയവും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ തന്നെ വികസനത്തിന് ആക്കം കൂട്ടാൻ ഏത് വകുപ്പും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നതിൽ യാതൊരു തെറ്റുമില്ല. കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതിയായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നുവെന്നത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. വി.ഡി. സതീശൻ വിഴിഞ്ഞം പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകുന്നത് അത് നാടിന്റെ വികസനത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായതിനാലാണ്. ഏകദേശം 27,000 കോടിയോളം രൂപയുടെ ഈ മാതൃകാ പദ്ധതി ലോകോത്തര നിലവാരമുള്ളതാണെന്ന് മനസ്സിലാക്കിയാണ് ആഗോള കണ്ടെയ്നർ ഭീമന്മാരായിട്ടുള്ള MSC പോലെയുള്ള കമ്പനികൾ ഈ പദ്ധതിക്കായി 13,000 കോടിയോളം രൂപ മുടക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഇത്തരം കോടികളുടെ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ അഴിമതി നടത്താനും പണം തട്ടിയെടുക്കാനും തങ്ങൾക്ക് അധികാരമില്ലാതെ പോയല്ലോ എന്ന സങ്കടവും രാഷ്ട്രീയ നഷ്ടബോധവുമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളുടെ വാക്കുകളിൽ തെളിയുന്നത്. ഉമ്മൻചാണ്ടി സർക്കാർ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെ കടൽ കൊള്ള എന്നും റിയൽ എസ്റ്റേറ്റ് കച്ചവടം എന്നുമൊക്കെ വിളിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സമരം ചെയ്യുകയും ചെയ്ത CPM 10 വർഷം തുടർച്ചയായി ഭരിച്ചിട്ടും ഈ പദ്ധതി പൂർണ്ണമായും കമ്മീഷൻ ചെയ്യാൻ കഴിഞ്ഞ മുൻ സർക്കാരിൻ്റെ പരാജയത്തിന് ശേഷം വി.ഡി. സതീശൻ സർക്കാർ വന്നതോടെയാണ് ഇവിടെ വിഴിഞ്ഞത്തിന് കൃത്യമായ ഒരു ജീവൻ വെച്ചത് തന്നെ. പിണറായി വിജയൻ്റെ കാലത്തെ പോലെ അദാനി ഗ്രൂപ്പിന്
തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാനോ ഓഹരികൾ വിറ്റഴിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം പുതിയ സർക്കാർ നൽകിയിട്ടില്ല. കരാർ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ലംഘനങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്ന് അദാനിക്ക് ശക്തമായ താക്കീത് നൽകാനും തെറ്റുകൾ കൈയോടെ തിരുത്തിക്കാനും സതീശൻ സർക്കാരിന് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നരേന്ദ്രമോദിക്കും പിണറായി വിജയനും സാധിക്കാതിരുന്ന ഭരണപരമായിട്ടുള്ള ദൃഢതയാണ് ഇവിടെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ കാണിക്കുന്നത്. പദ്ധതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെടുന്നതിന് പകരം വികസന വിരോധം മാത്രം മുൻനിർത്തിക്കൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രതിപക്ഷ നീക്കങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അനാവശ്യമായ സമര കോലാഹലങ്ങൾ ഒഴിവാക്കി അഴിമതി ഉണ്ടെങ്കിൽ അത് കൃത്യമായി തെളിയിക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്ന താക്കീത് സ്വന്തം പാർട്ടി അണികളിൽ നിന്ന് പോലും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്.